ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛൻ്റെയും മകളുടെയും സ്നേഹപ്രകടനം കൊണ്ടാണ്. അച്ഛന് മസാജ് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു. ഇത് നമ്മൾ രാവിലത്തെ സ്ഥിരം കലാപരിപാടിയാണ്. ജയ്ക്കുട്ടി നേരത്തെ എണീക്കും. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ജയ്ക്കുട്ടീൻ്റെ കൂടെ കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസം. രാവിലെ തന്നെ അങ്ങനെ ജയ്ക്കുട്ടീൻ്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോരോ പണികളാണ്. ഓരോ ദിവസം നമ്മളിങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഓരോന്നിങ്ങനെ വിചാരിച്ച് വെക്കും. അപ്പോൾ ഇന്നത്തെ ഇതിലുള്ളതാണ് എന്ത്, നമ്മൾ മറ്റേ ഫോട്ടോൻ്റെ വിളക്ക് വെക്കുന്ന സ്റ്റാൻഡ് മാറ്റാന്നുള്ള. വിളക്ക് വെക്കുന്ന നമ്മൾ വിളക്കും ഫോട്ടോസൊക്കെ വെക്കുന്ന സ്റ്റാൻഡില്ലേ, അത് നമ്മൾ ടി വിൻ്റെ സൈഡിലായിരുന്നു വെച്ചിരുന്നത്. അപ്പം നമ്മൾ പുതിയ ടി വിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടനത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കണം. നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ ജയ്ക്കുട്ടിനെ നമ്മൾ അവിടെ എവിടെയെങ്കിലും കിടത്തും. ഒന്നെങ്കിൽ സോഫയിൽ കിടത്തും, അല്ലെങ്കിൽ നിലത്ത് കിടത്തും. അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. പിന്നെ അവിടുന്ന് ഒറ്റയ്ക്ക് ആവുമ്പോഴേക്ക് ഓൾ കരയാൻ തുടങ്ങും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വർത്താനം പറഞ്ഞുകൊണ്ടേക്കണം. പിന്നെ അവിടുന്ന് അച്ഛൻ വന്നിട്ട് ഓളെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ അതിലേക്ക് ഏട്ടൻ മറ്റ് ഫോട്ടോസും വിളക്കൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ക്യാൻറ്റീനിൽ പോകാണ്ടായിരുന്നു. പക്ഷേ ക്യാൻറ്റീൻ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ പോയത് വെറുതെയായി. പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, ഇനി ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാൻഡ് ബാഗ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഒരു 3 മണി 4 മണി ആവാനായിരിക്കുന്നത്. പിന്നെ ഉള്ളോട്ടൊന്നും കയറണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് അതിലൂടെ പോയിട്ട് ജയ്ക്കുട്ടീനെ ബീച്ചൊന്ന് ചെറുതായിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പോരാമെന്നും പറഞ്ഞിട്ടാണ് നമ്മളിപ്പം ഇറങ്ങിയിട്ടുള്ളത്. നല്ല രസം, നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. വടകരക്കാർക്കൊക്കെ സ്ഥിരം ഏരിയ ആയിരിക്കും സാൻഡ് ബാഗ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ജയ്ക്കുട്ടി ആദ്യമായിട്ട് ബീച്ച് കാണാൻ പോവാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. മഴയില്ല വെയിലും അല്ലാത്തൊരു കാലാവസ്ഥ, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ജയ്ക്കുട്ടിക്ക് നല്ല എന്താ പറയുക, ജയ്ക്കുട്ടി കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് നല്ല രസമുണ്ടായിരുന്നു കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, അപ്പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആടെ വരെ പോയിട്ട് ഇങ്ങ് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജയ്ക്കുട്ടിക്ക് ഞാൻ ടർക്കിയൊക്കെ ഇട്ട് കൊടുക്കും. കാറ്റടിക്കുമ്പോൾ ജയ്ക്കുട്ടിയുടെ കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് കാറ്റടിക്കുമ്പോൾ കളിക്കുന്നത് കാണാൻ. അങ്ങനെ നമ്മൾ ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. തിരിച്ച് പോകുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുറച്ചുകൂടി സമയമുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കിന്ന് മാഹി പോയിട്ട് വരാം, ഏട്ടന് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും കുഴപ്പമില്ല, മഴയും വെയിലും അങ്ങനെ രണ്ടും കൂടിയുള്ളൊരു കാലാവസ്ഥയല്ലേ, നമുക്ക് യാത്ര ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ പോവാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ സാൻഡ് ബാഗ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ ഉള്ളോട്ട് കയറിയില്ല. ഇനി ജിയേനെയും കൊണ്ടിട്ട് ഉള്ളോട്ടൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മാഹിയിലേക്ക് പോവാമെന്ന് വിചാരിക്കാം. പിന്നെ അവിടെ നിന്ന് കുറച്ച് കടലൊക്കെ വാങ്ങി തിന്ന് നമ്മൾ മാഹിയിലേക്ക് വിടുകയാണ്. മാഹിയിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് 2-3 ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ എന്തായാലും പോവല്ലേ പെട്രോൾ അടിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ മാഹിയിലേക്ക് തിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഏട്ടൻ വന്നുകൊണ്ട് ഭയങ്കര ബിസിയാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് ഓരോ ദിവസം. പിന്നെ ജയ്ക്കുട്ടീൻ്റെ ചോറൂണുണ്ട്. അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ബിസിയാണ്. പിന്നെ വീട്ടിൽ ഓരോ കാര്യങ്ങളുണ്ട്. അങ്ങനെ ജയ്ക്കുട്ടിക്ക് നല്ല ഇഷ്ടമാട്ടോ യാത്ര ചെയ്യുന്നത്. ജയ്ക്കുട്ടി എല്ലാം ഇങ്ങനെ ജയ്ക്കുട്ടിക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ജയ്ക്കുട്ടി ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നോളും. ജയ്ക്കുട്ടീനെ കൊണ്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ ഒന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ജയ്ക്കുട്ടിക്ക് ഇഷ്ടമായി യാത്ര ചെയ്യുന്നതൊക്കെ. അങ്ങനെ നമ്മൾ മാഹിയിലൊക്കെ എത്താനായി. ഞാൻ ഇതുവരെ ഇങ്ങനെ പോയില്ല, ഞാൻ ഇതുവരെ മാഹിയിൽ പോയില്ല. അങ്ങനെ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് പോവാമല്ലോ, എന്തായാലും ഇതൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മാഹിയിലെത്തി. ഇവിടെ പിന്നെ ഫുള്ള് കുപ്പിയാണല്ലോ. നമ്മുടെ നാട്ടിൽ ബേക്കറിയും പച്ചക്കറി കടയാണെങ്കിൽ ഇവിടെ ഫുള്ള് കുപ്പിയല്ലേ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പിന്നെ ഏട്ടൻ പോയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. നല്ല രസമുണ്ട്. എന്തെല്ലാം ടൈപ്പ് കുപ്പികളാണ് കാണാനുള്ളത്. ഞാൻ എല്ലാം പോകുന്ന വഴിക്ക് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് പോരുമ്പം മഴ പെയ്ത് അപ്പോഴേക്ക് തന്നെ ജയ്ക്കുട്ടി ഉറങ്ങിക്കുന്നു. കാറ്റൊക്കെ അടിച്ചപ്പോഴേക്ക് ജയ്ക്കുട്ടി നല്ല ഉറക്കമായിരിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കല്ലേരി, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയണ്ടാവും, നമ്മൾ ഇവിടെ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ള അമ്പലമല്ലേ, കല്ലേരി പോകാനുണ്ടായിരുന്നു ചോറുകൊണ്ട് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ജയ്ക്കുട്ടിയും കാറിലിരുന്ന് ഏട്ടൻ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോയതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മൾ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.